മിസ്റ്റർ അരുൺകുമാർ, 2019 ദേവസ്വം ബോർഡ് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ശബരിമലയിൽ വന്ന് അടയിരുന്ന് ഈ ഏർപ്പാടുകൾ ചെയ്ത കാലം മുതലുള്ള അന്വേഷണം നടക്കണം. 2008 മുതൽ. ഇപ്പോൾ 2018 ഞാൻ നിങ്ങളോടൊരു കൃത്യമായ ഒരു കാര്യം സൂചിപ്പിക്കാം. 2018 അതൊന്നും ഇപ്പോൾ ഹൈക്കോടതി അന്വേഷിക്കുന്നില്ല. 2018 ഏതാണ്ട് 6/8/2018 ഒരു ഉത്തരവുണ്ട്. അത് റിപ്പോർട്ടർ ചാനലിന് കിട്ടിയോന്ന് എനിക്കറിയില്ല. അത് ഒരു ചാനലിനും കിട്ടാൻ സാധ്യതയില്ല. അത് വാതിൽ ഇളക്കുന്നതിൻ്റെയും വാതിലിൻ്റെ മേൽക്കൂരയുടെയും ബന്ധപ്പെട്ട ഒരു ഉത്തരവാണ്. അതും കൊണ്ടുപോയത് പോറ്റി തന്നെയാണ്. അതിൻ്റെ ഉത്തരവ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ വാസ്തവത്തിൽ ഇതിൻ്റെ അന്വേഷണം ഈ 2025 2019 മാത്രം നിൽക്കേണ്ടതല്ല. ശബരിമലയിൽ നടക്കുന്ന കൊള്ളയുടെ അതിൽ ദ്വാരപാലകന്മാരുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഹൈക്കോടതി അന്വേഷിക്കുന്നത്. ദ്വാരപാലക വിഷയം മാത്രമല്ല സർ, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള അവിടുത്തെ മുതിർന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അടക്കമുള്ള ആളുകളെ പറ്റി, അതിൻ്റെ ഇടപാടുകളെപ്പറ്റി കൃത്യമായി അന്വേഷിക്കണം. ആ അന്വേഷണം ഈ വാതിൽ മാറ്റി, പഴയ വാതിൽ ഇവിടെ ഇപ്പോൾ 2 ദ്വാരപാലകരെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. ഞാൻ ഇന്നലെ ശബരിമലയിലായിരുന്നു. ആ ശബരിമല ദർശനത്തിൽ ഞാൻ ഈ ദ്വാരപാലകരുടെ ഇത് വളരെ കൃത്യമായി നോക്കി. ജീവിതത്തിൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെ ശബരിമല ദർശനം നടത്തിയ ആളാണ് ഞാൻ. അന്നൊക്കെ കാണുന്ന ദ്വാരപാലകരല്ല 2018 2019 ഒക്കെ കണ്ട ദ്വാരപാലകരല്ല ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ പഴയ ദ്വാരപാലക ശില്പം എവിടെ പോയി? വാതിലിൽ, ആ വാതിൽ ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. ആ വാതിലിൻ്റെ മേൽക്കൂരയും വാതിലും മാറ്റി. ആരോട് ചോദിച്ചു മാറ്റി? 30 കിലോ തനി തങ്കമാണ് UB ഗ്രൂപ്പ് കൊടുത്തത്. ആ 30 കിലോ ആ തനി തങ്കം എവിടെ, ഏത് മാർഗത്തിൽ ചെലവാക്കി, എവിടെയൊക്കെ പൊതിഞ്ഞു, ഏതൊക്കെ പാളിയിൽ പൊതിഞ്ഞു? ഇപ്പം നേരത്തെ മിസ്റ്റർ അനിൽകുമാർ പറഞ്ഞത് ഞാൻ ഇടയിലൊന്ന് മറുപടി പറഞ്ഞോട്ടെ. അനിൽകുമാർ 2 കാര്യം പറഞ്ഞു. സ്വർണം പൂശല്ല അനിൽകുമാറെ, സ്വർണത്തിൽ പൊതിയുകയാണ് ചെയ്തത്. പൂശലും പൊതിയലും രണ്ടാണ്. പത്മകുമാർ, നിങ്ങളുടെ മുൻ ദേവസ്വം പ്രസിഡന്റ്, CPMൻ്റെ നേതാവ്, അദ്ദേഹം പറഞ്ഞത് ഇത് ചെമ്പാണെന്നാണ്. പരസ്യമായിട്ട് റിപ്പോർട്ടർ ചാനലും അത് കൊടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് സ്വർണമേ അല്ല, ഇത് ചെമ്പാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പം അദ്ദേഹം പറഞ്ഞെന്താ? ഇപ്പം അനിൽകുമാറിന് രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞെന്താ? ഇങ്ങനെ പടം ഒക്കെ ഇറക്കാൻ പാടുമോ? താങ്കളോട് ചോദിച്ചേ അരുൺകുമാറിനോട്. അരുൺകുമാറെ, പോറ്റിയുടെ കൂടെയൊക്കെ നിന്ന് പടം എടുക്കുമ്പോൾ ആ വിശ്വാസ്യത വേണ്ടേ? അരുൺകുമാർ ചെയ്യാൻ പാടുമോ? എൻ്റെ അനിൽകുമാർ, ഇത് ആദ്യം ചോദിക്കേണ്ട ആരോടാണെന്നറിയോ? പിണറായി വിജയനോടാ. പിണറായി വിജയൻ പോറ്റിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തല്ലോ. പിണറായി വിജയൻ പോറ്റിയോടൊപ്പം നിന്ന് ഭീമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താക്കോൽ കൊടുത്തല്ലോ. വേണ്ട, കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയുമായി ചേർന്നിട്ടല്ലേ ആ വീടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായത്? ഇത് അയ്യപ്പൻ്റെ സ്വത്താണെന്ന് പരസ്യമായി അന്ന് പറഞ്ഞില്ലേ കടകംപള്ളി സുരേന്ദ്രൻ? അവർക്കൊന്നും ഇല്ലാത്തതാണല്ലോ ഇപ്പം താങ്കൾ പറയേണ്ടത്. ആദ്യം അവരോടാണ് പറയേണ്ടത് അനിൽകുമാറെ. പിന്നെ അനിൽകുമാർ പറയുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരാണ്. ഈ ഉദ്യോഗസ്ഥനിലും ഈ പോറ്റിയെയും മാത്രം കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം കൊണ്ടുപോകാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്, CPM. അതുകൊണ്ടാണ് BJP പറയുന്നത് 2019 നേരത്തെ അരുൺകുമാർ ഒരു ചർച്ചയിൽ ചോദിക്കുന്നത് കേട്ടു, നിങ്ങൾക്ക് വിശ്വാസമില്ലേ ഹൈക്കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥ അന്വേഷണത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? 2018 കുറിച്ച് അന്വേഷിക്കണം സാർ. അതിന് മുമ്പ് നടന്ന കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കണം സാർ. വാതിൽപ്പടിയുമായി ബന്ധപ്പെട്ട സ്വർണം അന്വേഷിക്കണം. വൻ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. 30 കിലോ സ്വർണം, തങ്കം, അത് അടിച്ചു മാറ്റിയതിൻ്റെ അന്വേഷണം ശബരിമലയിൽ നടക്കണം. അതുകൊണ്ടാണ് CBI അന്വേഷണം നടക്കണം എന്ന് ഞങ്ങൾ പറയുന്നത്. CBIയെക്കുറിച്ച് മറ്റു പല അഭിപ്രായം, അതൊക്കെ വേറെ വിഷയം. CBI അന്വേഷിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഈ 2025 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവനാണ് ഒന്നാമത്തെ കള്ളൻ. മേൽനോട്ടത്തിൽ ഇന്നിപ്പോ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ശ്രീ B. ഗോപാലകൃഷ്ണൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇതൊരു എക്സ്ട്രാ ഓർഡിനറി കേസ് ആയതുകൊണ്ട് തന്നെ അതിൽ മോണിറ്ററിംഗ് നേരിട്ട് ഹൈക്കോടതി നടത്തുകയും അതിൽ ഈ വലിയ രീതിയിൽ കളവ് നടന്നതിനെ കുറിച്ചുള്ള അന്വേഷണം വെൽ കൺസിഡേർഡ് ആൻഡ് കാലിബ്രേറ്റഡ് മാനറിലാണ് SIT നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇത് വിശ്വാസമല്ലേ BJPക്ക്? ഞാൻ
രണ്ട് കാര്യം താങ്കൾ ആ ചോദിച്ചാൽ ഉത്തരം പറയാം. ഒന്നാമത്തെ കാര്യം CBI അന്വേഷിക്കണം എന്ന് BJP പറയാനുള്ള കാരണം ഇത് നേരത്തെ മുതലുള്ള അന്വേഷണം വേണമെന്ന്. ശബരിമലയിലെ കൊള്ള എന്ന് പറയുന്നത് 2019 ദ്വാരപാലക ശില്പങ്ങൾ തട്ടിക്കൊണ്ടുപോയത് മാത്രമല്ല, അവിടെയാണ് ഹൈക്കോടതിയുടെ അന്വേഷണം വരുന്നത്. അവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞ SIT ഒക്കെ വരുന്നത്. അവിടെയാണ് ഇത് ഉദ്യോഗസ്ഥരും ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ 2019 ദ്വാരപാലക, ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ, ഞങ്ങൾക്കത് പറയാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ CIT അന്വേഷണം, ആ അന്വേഷണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്, അത് ഞങ്ങൾ പറയും. അതിലെ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് നടന്ന കൊള്ള അത് പറയണം, നമ്പർ 1. നമ്പർ 2, ഇതിലെ പ്രധാനപ്പെട്ട കള്ളൻ ഇന്നത്തെ പ്രസിഡന്റാണെന്ന്. ഇന്നത്തെ പ്രസിഡന്റ് അറിയാതെ നമ്മൾ ഈ വെള്ളരിക്കപ്പെട്ടണമാണോ ഈ കേരളം? ശബരിമലയിൽ പോയിട്ട് ഒരു നെയ്ത്തേങ്ങയുമായിട്ട് നമ്മൾ ശബരിമലയിൽ പോയാൽ, ഞാൻ ഇന്നലെ പോയ ആളാണല്ലോ, ഒരു നെയ്ത്തേങ്ങയുമായിട്ട് ക്യൂ നിൽക്കുന്ന എത്ര ജനങ്ങളാണ്. ഞാൻ ഇന്നലെ പകല് അവിടെ എത്തിയിട്ട് ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞോട്ടെ അരുണേ, ഒരു അനുഭവം പറയുകയാണ്. ഇന്നലെ പകൽ ആ ശബരിമലയിൽ ദർശനം നടത്തിയിട്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി, കാരണം നമുക്ക് വെള്ളം കൊണ്ടുപോകാൻ പറ്റില്ല, പ്ലാസ്റ്റിക് കുപ്പിയൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ ദേവസ്വമാണ് പച്ചവെള്ളം നമ്മൾ കുടിക്കുന്നതും ശരിയല്ല, ചൂടുവെള്ളം തരണം. ഒരു കപ്പ് വെള്ളം കിട്ടാൻ മണിക്കൂറുകളോളം നടന്നു. നിങ്ങൾ വേണം നിങ്ങളുടെ ആൾക്കാരോട് ചോദിക്കുക. ഞാൻ പോലീസുകാരോട് ചോദിച്ചു, ഇവിടെ വെള്ളമില്ലേ? വെള്ളമുണ്ട്, അങ്ങോട്ട് പോകണം. എങ്ങോട്ട് പോകണം? ശബരിമലയിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തുന്ന ദേവസ്വത്തിന് ഒരിത്തിരി വെള്ളം ഭക്തർക്ക് കൊടുത്തൂടെ? രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഇന്നത്തെ പ്രസിഡന്റ് ഉണ്ടല്ലോ പ്രശാന്ത്, അവനാണ് ഒന്നാമത്തെ കള്ളൻ. കാരണം ഈ സ്മാർട്ട് ക്രിയേഷൻ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ജൂലൈ മാസം, അതായത് തിരുവല്ലം ക്ഷേത്രത്തിൽ വെച്ച് അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവ് 1-2 ചാനലിൽ വരികയും ചെയ്തു, നിങ്ങളും അത് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുണ്ട് സ്മാർട്ട് ക്രിയേഷൻ തെക്കേ ഇന്ത്യയിൽ സുതാര്യമായി ഇത് ചെയ്യുന്ന ഒരു സ്ഥാപനവുമില്ല. പിന്നെ എന്തിനാ അത് കൊടുത്തയച്ചത്? നമ്പർ 1. നമ്പർ 2, 2019 ശേഷം നടന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ, ഈവൻ വിശ്വാസ സംഗമത്തിന് ചെലവാക്കിയ പണം ഹൈക്കോടതിയോട് പറഞ്ഞല്ലോ ഞങ്ങൾ ദേവസ്വം ബോർഡ് ചെലവാക്കില്ല എന്ന്. ഇപ്പോൾ വരുന്ന വാർത്ത എന്താണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കടകംപള്ളി സുരേന്ദ്രൻ, പത്മകുമാർ, ഞാൻ ഇപ്പോൾ തീർക്കാം, പത്മകുമാർ, അതുപോലെ ഈ പ്രശാന്ത്, ഈ കള്ളന്മാരെ വാസവനടക്കമുള്ള സ്വർണ്ണക്കൊള്ളയുടെ, വാസ്തവത്തിൽ ആലിബാബയും 41 കള്ളന്മാരും എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതിലെ ആലിബാബ ഒന്നും അറിയാതെ നിൽക്കാന്ന്, ഈ 41ാമത്തെ അവനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? അതുകൊണ്ടാണ് പോറ്റി പറഞ്ഞത്, എന്നെ കുടുക്കിയ വരെ എനിക്കറിയാം, പോറ്റി വെറും ബിനാമിയാണ്. ശരി, ഇതിനെക്കുറിച്ചാണ് അന്വേഷണം നടത്തേണ്ടത്. സർക്കാരിലേക്ക് കൊണ്ടുപോയി, ഞാൻ ഇപ്പം തീർക്കാം, ഒറ്റ മിനിറ്റ്, സർക്കാരിലേക്ക് കൊണ്ടുപോയി, പോറ്റിയിലേക്ക് കൊണ്ടുപോയി ഈ അന്വേഷണത്തെ മയപ്പെടുത്താൻ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, അതും കൂടി പറഞ്ഞോട്ടെ. മറ്റേ അത് അരുൺകുമാർ ഇന്നലെയും ചോദിക്കുന്നത് കേട്ടു, ഇപ്പം എന്നോടും ചോദിച്ചു, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഈ SIT ആയാലും ശരി, വിജിലൻസ് ആയാലും ശരി, ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് ദേവസ്വം ബോർഡല്ല, ഹൈക്കോടതിക്ക് നിർദ്ദേശിക്കാം. ഇപ്പോൾ അതെ, നിങ്ങളിപ്പോൾ തുടക്കത്തിൽ ഇന്നത്തെ ചർച്ചയുടെ തുടക്കത്തിൽ അരുൺകുമാർ അതിൻ്റെ ഉത്തരം പറഞ്ഞു കൃത്യമായിട്ട്. താങ്കൾ തന്നെ പറഞ്ഞു അനിൽകുമാറിനോട് സംസാരിക്കുമ്പോൾ ഈ വിജിലൻസിന്റെ കാര്യവും ബാക്കിയുള്ള കാര്യവും 2019 കാര്യം വെച്ച് താങ്കൾ പറഞ്ഞു 2019 പക്ഷേ അതിന് അനിൽകുമാർ നൽകിയ വിശദീകരണം 40 വർഷത്തെ ഗ്യാരണ്ടിയുള്ള ഈ സ്ഥാപനത്തിൽ ഇത് കൊടുത്തു വിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമുണ്ടാവില്ലേ? ഇപ്പോൾ 2 ഗ്രാം കൂടിയാണ് തിരിച്ചു വന്നിരിക്കുന്നത് 2025-ൽ ഒരു തൂക്കം കുറഞ്ഞിട്ടില്ല ശ്രീ ഗോപാലകൃഷ്ണൻ. അപ്പോൾ എങ്ങനെയാണ് പ്രശാന്തിനെ നിങ്ങൾ പ്രതിക്കൂട്ടിൽ നിർത്തുക? 8 ഗ്രാം. ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം അനിൽകുമാറെ മുന്നോട്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, 2019 വിജിലൻസ് അറിഞ്ഞില്ല, 2019 പോലീസ് അറിഞ്ഞില്ല, 2019 ഒന്ന് പറയട്ടപ്പാ, നിങ്ങൾ ഇടയ്ക്കിടെ സംസാരിക്കല്ലേ. 2019 വിജിലൻസും പോലീസും ഒന്നും അറിഞ്ഞില്ല, അതുകൊണ്ട് അത് വിശ്വസിക്കണമെന്നൊരു ചോദ്യം മിസ്റ്റർ അരുൺകുമാർ ചോദിച്ചു.
2019 പോലീസിനും വിജിലൻസിനെയും അരുൺകുമാർ വിശ്വസിക്കുന്നില്ല. 2025 SIT ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കാത്തതിന്റെ കാരണം പക്ഷേ ഞാൻ ഹൈക്കോടതി വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഒടുവിൽ ബി ഗോപാലകൃഷ്ണൻ ആ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT അന്വേഷണത്തിൽ നിലവിൽ നമ്മൾ തൃപ്തരാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പുറത്തു വരുന്നത്. എനിക്കൊരു ഇടവേള കൂടി വേണം, മറ്റ് 2 അതിഥികൾ കൂടിയുണ്ട്. അതുകൊണ്ടാണ് ബി ഗോപാലകൃഷ്ണൻ. Debate with Dr. Arun Kumar.